ഹലോ, ഗുഡ് മോർണിംഗ്. കൃഷ്ണാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മണിത്തക്കാളി. നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു, മണിത്തക്കാളി കൊണ്ടാട്ടം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ടാണ്. ഇതാണ് മണിത്തക്കാളി. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എല്ലാവരും കാണാൻ വഴിയില്ല, പക്ഷേ നാട്ടിൻപുറത്തുകളിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണാതാ. മണിത്തക്കാളി പേര് പോലെ തന്നെ, ചെറിയ ചെറിയ മണി തക്കാളി പോലെ തന്നെയാണിത്. കണ്ടില്ലേ? മണിമണിയായിട്ടുണ്ടാക്കും. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നിറം മാറും, നല്ല ബ്ലാക്ക് കളറാവും, കറുപ്പ് കളറാവും പഴുത്ത് കഴിഞ്ഞാൽ. ഇത് കണ്ടോ, കാണുന്നുണ്ട്, ഇതാ വയലറ്റ് കളറായി. ഇനി കുറച്ച് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ കറുത്ത നിറാവും. അപ്പോൾ അത് നമുക്ക് കഴിക്കാവുന്നതാണ്. മണിത്തക്കാളിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം. അതിൻ്റെ ഇലകളുണ്ടല്ലോ, മണിത്തക്കാളിയുടെ ഇല, ഇത് നമ്മൾ ചീരയായിട്ട് ഉപയോഗിച്ചാൽ വയറ്റിനകത്തെ ക്രിമികീടങ്ങളൊക്കെ പോവും. ചീര തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ചെറുതായിരിക്കുമ്പോൾ ഇതിൻ്റെ തൈ കണ്ടാൽ നമുക്ക് തോന്നും ഇത് പച്ചമുളക് തൈയാണെന്ന്. അതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ ഇതിൻ്റെ ഇല കുറച്ച് കനം കുറഞ്ഞാണ്, കനമില്ലാത്ത ഇലകളാണ്, നൈസാണ് ഇലകൾ. പച്ചമുളകിന് കുറച്ചുകൂടി കട്ടിയുണ്ടാവും. ഞാനപ്പോൾ ഒന്ന് കുറേയൊക്കെ പഴുത്ത് കൊഴിഞ്ഞു പോയി. കുറച്ച് മണിത്തക്കാളി നമുക്ക് വലിച്ചെടുത്തിട്ട് എങ്ങനെയാണ് ഇത് കൊണ്ടാട്ടുണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മുമ്പ് ഞാനിത് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കാറുണ്ട് എപ്പോഴും ഇങ്ങനെ മണിത്തക്കാളി ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അതിനെ ഇത്തിരി ഉണ്ടാക്കിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞാൽ വലിക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇതിൻ്റെ തണ്ടുകൾക്ക് ബലം കുറവാണ്. ശ്രദ്ധിച്ച് വലിച്ചില്ലെങ്കിൽ തണ്ടെല്ലാം പൊട്ടിപ്പോവും. നേരത്തെ കുറേ വലിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇനി നമുക്കിത് കുറച്ച് വലിച്ചെടുത്തിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളുടെ വീട്ടിലുകളൊക്കെ ഇത് ഉണ്ടാകുന്നത്, ഇത് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു നമുക്ക് പരിരക്ഷയൊന്നും വേണ്ട. വെള്ളം നനയുമ്പോൾ അത് തനിയേ ഉണ്ടായി വളർന്ന് പെട്ടെന്ന് ഇങ്ങനെ പടർന്ന് വലുതായിട്ട് വരും. ധാരാളം ഉണ്ടാവുകയും ചെയ്യും. നല്ല ആരോഗ്യത്തിന് വളരെ നല്ലൊരു കാര്യമാണ് ഈ കൊണ്ടാട്ടമായാലും ഒക്കെ. ഇതാണ് ഇങ്ങനെ മണിമണിയായിട്ടിരിക്കും. മണിമണിയായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ മണിത്തക്കാളി എന്ന് പറയണത്. തക്കാളി പഴുത്താൽ ചോക്കും, ഇത് പഴുത്താൽ കറുക്കും. അതാണ്. ഞാനിതെല്ലാം ഒന്ന് വലിച്ചെടുത്തിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ കുറച്ച് മണിത്തക്കാളി വലിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ കറുപ്പ് കളറിരിക്കണ അത് നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റും. ഇപ്പം തന്നെ കഴിക്കാം, തക്കാളി കഴിക്കുന്ന പോലെ ഇങ്ങനെ കഴിക്കാം. അപ്പം ഞാൻ 5-6 കാന്താരി അവിടെ പഴുത്ത് നിൽക്കും, അതും വലിച്ചത് കിട്ടും. കാന്താരി 2 ദിവസം കഴിഞ്ഞ് ഇതൊക്കെ കിളികൾ കൊത്തിക്കൊണ്ടുപോകും. അപ്പം ഇതിനൊരു എരിവുള്ളത് നല്ലതായിരിക്കും. കാന്താരി ഒന്നും ചെയ്യണ്ട, ഞാൻ ഇതിനെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ചിലപ്പോൾ ഇലകളൊക്കെ ഇതിൽ പെട്ട് കാണും. ഇലകൾ നമുക്ക് തോരനുണ്ടാക്കാം, പക്ഷെ ഇതിൻ്റെ കൂടെ പെടുന്നത് നല്ലതല്ല. ഞാനൊന്ന് നീറ്റാക്കി എടുത്തിട്ട് വരാം. ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കാന്താരിയുടെ ഞെട്ടിയൊന്നും കളയേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിൽ ചേർത്തേണ്ടത് തൈരാണ്. അത് മുങ്ങിക്കിടക്ക വിധത്തിൽ വേണം തൈരൊഴിക്കാൻ. നമ്മൾ തൈരുമുളക് ഉണ്ടാക്കില്ലേ, ഏതാണ്ട് ആ സൈസിൽ തന്നെയാണ് തൈരിൽ മുങ്ങിക്കിടക്കുക. പിന്നെ ഉപ്പ് ഇത്തിരി നന്നായിട്ട് തന്നെ ഇടണം. ഇത് കുറച്ചേ ക്വാണ്ടിറ്റി ഉള്ളൂ, എങ്കിൽ ഞാൻ ഇത്ര തന്നെ ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിനെ ഒരു വൃത്തിയുള്ള ജാറിലോ കുപ്പിയിലോ, എന്തായാലും അറിയാലോ, വെള്ളത്തിന് നനവൊന്നും ഇല്ലാത്തൊരു പാത്രത്തിൽ ആക്കി വയ്ക്കാം. തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പുളിയുള്ള തൈര് വേണം ഇതിലേക്ക്, എങ്കിലേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് തൈരിലിട്ടിട്ട് നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ, നമ്മളിത് വറുത്തെടുക്കുമ്പോൾ നല്ല നെയ്യിൻ്റെ മണമായിരിക്കും, നമുക്ക് ആ ടേസ്റ്റും കിട്ടും. ഞാനിപ്പോൾ ഇതിപ്പോൾ വേറെ പാത്രത്തേക്ക് ആക്കേണ്ട കാര്യമില്ല എനിക്ക്. ഞാനിത് ഇങ്ങനത്തെ പാത്രത്തിലായതുകൊണ്ട് ഇത് കേടി വരില്ല. കാരണം ഇത് ഇടയ്ക്ക് ദിവസം എടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ നിറം മാറി ഇതൊരു മഞ്ഞ കളറാവും, ഇത്തിരി ഒരു ലൈറ്റ് കളറാവും. അപ്പോൾ അതിൽ ഉപ്പ് പിടിച്ചു എന്നറിയാം. അതിന് ഉപ്പ് പിടിച്ച ശേഷം നമ്മൾ കൊണ്ടാട്ട മുളക് ഉണക്കുന്ന പോലെ തന്നെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റാണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ചുണ്ടാക്കി. വെയിലത്ത് വെക്കാൻ വെയിലില്ല, വിശ്വസിച്ച് നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പം ഞാനെന്താണെന്ന് വെച്ചാൽ ചോറ് വയ്ക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട്, കുക്കറിലല്ല ഞാൻ അടുപ്പിലാണ് വെക്കുക. ഇപ്പോൾ ഗ്യാസിലാണെങ്കിലും ആ പാത്രത്തിൻ്റെ മുകളിൽ ഒരു തട്ട് ഉണക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ നിരത്തി വെച്ചത്. അത് ഞാൻ തയ്യാറാക്കിയത് ഇപ്പോൾ ഇവിടെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൽ ഞാൻ കാന്താരിയല്ല ഇട്ടത്, സാധാരണ കൊണ്ടാട്ടത്തിൻ്റെ മുളക് തന്നെയാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ചേ വലിച്ചുള്ളൂ, ഇതുപോലെ തൈരിലൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത മണിത്തക്കാളിയാണിത്. ഇത് കണ്ടു ഉണങ്ങിയപ്പോൾ വളരെ ചെറുതായി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്ന സമയത്ത് നമ്മുടെ ക്രിസ്മസ് പോലെ, നമ്മൾ ഉണക്കമുന്തിരി പൊന്തും പോലെ ഇതിങ്ങനെ ബോൾ പോലെ തന്നെ പൊള്ളി വരും. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മളിതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് പോലെ തോന്നുന്നു. അതുപോലെ മുളക് നേരെ ഉണങ്ങിയിട്ടില്ല, ഇനി അത് ആദ്യം ഉണക്കണം. ഇതിൻ്റെ മുളകിൻ്റെ ഒരു എരിവ് കൂടി ഇതിലേക്ക് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കണം. ഇതുപോലെയുള്ള മണിത്തക്കാളിയുടെ തൈ നട്ട് വളർത്തണം. അതിൻ്റെ ചീര ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതുപോലെ കൊണ്ടാട്ടം ഉണ്ടാക്കണം. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ ആ മണിത്തക്കാളി അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്തണം. നിങ്ങളിതിന് വേറെ വല്ല പേരാണോ പറയാമെന്നറിയില്ല എങ്കിൽ ആ പേര് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.